ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الأخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا സത്യവിശ്വാസികളെ വിശ്വാസികളെ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളുണ്ടായിരുന്ന ഒരു നല്ല അവസ്ഥയിൽ നിന്ന് വളരെ വേഗം തിരിച്ചു പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുതേ എന്ന് ആണ് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുവാനുള്ളത്. വളരെ മനസ്സിന് സുഖം നൽകുന്ന ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയത് അള്ളാഹുവിൻ്റെ ആജ്ഞകളും മറ്റുള്ള അള്ളാഹുവിൻ്റെ ആജ്ഞകളും നമ്മൾ അനുസരിക്കേണ്ട കുറേ നിയമങ്ങളും അതുപോലെ തന്നെ ദീനിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളുമൊക്കെ കൃത്യമായി പാലിക്കാൻ നമ്മൾ കാണിച്ചിരുന്ന ശുഷ്കാന്തി ഉള്ളത് കൊണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കുമ്പോഴാണ് മനസ്സിന് സൗഖ്യവും സുഖവും ഉണ്ടാവുക? ആ ജീവിതം അവസാനിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഈ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെയുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തെ സുന്ദരമായി ആചരിക്കാൻ ജോലികൾ ക്രമീകരിച്ച് ലീവൊക്കെ എടുത്ത് പള്ളിയും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് താന്താങ്ങളുടെ ജോലികളിലേക്കും ജോലിസ്ഥലങ്ങളിലേക്കും തിരിച്ചു പോവാതെ വയ്യ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ അസാന്നിധ്യവും കുറവും പള്ളികളിലും അതുപോലുള്ള സംഗതികളിലും സ്വാഭാവികമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ഈ സ്റ്റാറ്റസുകളായി ഇങ്ങനെ പറന്നു പോകുന്ന റമദാനിനെ മാത്രം ആളുകൾ നിർത്തിയത് കൊണ്ടാണോ ഈ കുറവ് എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട്. ഒന്നുറപ്പാണ്, നമ്മൾ ഈ തിരിച്ചു നടത്തം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ തിരിച്ചു നടക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാധിക്കുന്നില്ല. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഹല്ലല റളിയല്ലാഹു തആല അൻഹുവോട് പ്രവാചകൻ പറഞ്ഞതും അതാ, ഹല്ലല ഇങ്ങനെ തന്നെ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഈമാൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നുവെങ്കിൽ ആകാശലോകത്തുനിന്ന് മലക്കുകൾ ഇറങ്ങിയൊന്ന് നിങ്ങൾക്ക് മുസാഫത്ത് നൽകിയേനെ. ഈമാൻ യസീദു വയൻഖുസ്, വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും, വിശ്വാസം ചുരുങ്ങിപ്പോവുകയും ചെയ്യും. വിശ്വാസം ചുരുങ്ങിപ്പോവാതെ സൂക്ഷിക്കുക എന്ന വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. വിശ്വാസം കൂടി വരണമെങ്കിൽ കഴിഞ്ഞൊരു മാസക്കാലം നമ്മൾ ജീവിച്ചതിൻ്റെ ഏറെക്കുറെ എങ്കിലും എത്തി നിൽക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ മാറ്റം
ജീവിതത്തിൽ ഉണ്ടായി. അതൊന്ന് തെളിയിച്ചു നമ്മളുടെ മുമ്പിൽ. മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നത്, ഗുണകരമായൊരു മാറ്റം എന്നത് അപ്രാപ്യമായ ഒരു അജണ്ടയല്ല എന്ന് നമ്മൾ തന്നെ തെളിയിച്ചതാണ്. പക്ഷെ വളരെ വേഗം ഈ തിരിച്ചുപോക്ക് അത് നമ്മൾ ആഗ്രഹിക്കാത്തതാണ്. മാറ്റം വേണം എന്നെല്ലാവർക്കുമുണ്ട്. എന്താണ് അതിന് വേണ്ടത്? അതിനൊരു ഉറച്ച തീരുമാനമുണ്ടാവണം. ആ ഉറച്ച തീരുമാനം ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 11-ൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഅയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതയെ അല്ലാഹു മാറ്റത്തിന് വിധേയമാക്കുകയില്ല അവർ സ്വയം മാറാൻ തയ്യാറാവാത്ത കാലത്തോളം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യൻ പാർലമെന്റിന്റെ ചുമരിൽ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോ മതക്കാരുടേതും എഴുതണം. അപ്പൊ ഇതിന് ഇത്ര പദങ്ങളെ പാടുള്ളൂ, അങ്ങനെയൊക്കെ നിഷ്കർഷിച്ചപ്പോ മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരായ ആളുകൾ അന്ന് പറഞ്ഞു കൊടുത്ത വരിയാണിത്. ഇന്നല്ലാഹ ലാ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം ഹത്താ യുഅയ്യിറു ഇന്നല്ലാഹ ലാ യുഅയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം. ഓരോ മനുഷ്യനും സ്വയം മാറ്റത്തിന് വിധേയമാവാൻ തയ്യാറാവാത്ത കാലത്തോളം അള്ളാഹു ഒരു ജനതയെ മാറ്റത്തിന് വിധേയമാക്കുകയില്ല. ഇവിടെ രണ്ട് പദങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് ഖൗമാണ്, ഒന്ന് നഫ്സാണ്. ഖൗം എന്ന് പറയും നമ്മളെല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന ഈ ജനവിഭാഗം. നമ്മൾ എന്ന് പറയുന്ന ഈ വിഭാഗം മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഓരോരുത്തരും അവരുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ആ മനസ്സ് പാകപ്പെടാതെ പോയാൽ പിന്നെ ഈ നാട്ടിലെ ഈ ഉമ്മത്തിന് രക്ഷയൊന്നുമില്ല. ഓരോ വ്യക്തിയിലും സംസ്കരണങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മൾ നേടിയെടുത്തത്. വ്യക്തി സംസ്കരണം എന്ന് പറയുന്ന ഒരു സംഗതി സാധിച്ചെടുത്തവരാണ് ഞാനും നിങ്ങളും. അത് സാധ്യമാണ്. ചിലരൊക്കെ പറയാറുണ്ട് മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറുകയില്ല എന്ന്. അതങ്ങനെ തന്നെ നിൽക്കും. അത് ജന്മനാവുള്ള സംഗതിയാണ്, അത് മാറൂല. ഏറെക്കുറെ അതിൽ ശരിയുണ്ടെങ്കിലും പൂർണ്ണമായും അത് ശരിയല്ല. കുറച്ചൊക്കെ ഉണ്ടാവും. പാരമ്പര്യമായി നമ്മൾ കാണിക്കുന്നത് ചിലപ്പം പുറത്തു ചാടി വരും. നമ്മൾ ആലോചിക്കുക, ആരെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മാറ്റിയെടുത്തത്? ഓരോ പേഴ്സണാലിറ്റിയെയും ഞാൻ പറയുന്നില്ല, ഓരോ പേഴ്സണാലിറ്റിയെയും അവർ മുമ്പ് എന്തായിരുന്നു പിന്നെ എന്തായിരുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കുറെ പ്രവാചകന്റെ അനുചരന്മാരുടെ കഥ വായിച്ചു നോക്കൂ. അവർ മുമ്പ് എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയായിരുന്നു. പിന്നെ പലപ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ നിയന്ത്രിച്ചു വെച്ച വൈകാരിക ഭാവങ്ങൾ പുറത്ത് ചാടാതിരുന്നിട്ടില്ല. അതിന്റെ ഉദാഹരണങ്ങളുണ്ട്. ആനയും സിംഹവും കടുവയും ഒക്കെ കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് കാണിക്കുന്ന ക്രൂരതയും കുറുമ്പും അവരുടെ ഈ നമ്മൾ ബാധിക്കുന്ന പോലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം തന്നെയല്ലേ. പക്ഷെ അതിനെ നമ്മൾ കാട്ടാനയെ വാരിക്കുയിൽ ചാടിച്ച് പിടിച്ചുകൊണ്ടുവന്ന് നാട്ടാനകളുടെ സഹായത്തോടു കൂടി അതിനുള്ള പ്രത്യേക ട്രെയിനിങ് ക്യാമ്പിൽ ക്ലാസ് കൊടുത്ത് നാട്ടാനയാക്കി മാറ്റുന്നു. അത് സാധിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സർക്കസ് കൂടാരങ്ങളിൽ കാണുന്ന എല്ലാവരും മൃഗങ്ങളുടെ കൂട്ടത്തിൽ. അത് അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കും. ഈ ശ്രമത്തെയാണ് നമ്മൾ ശരിക്കും തഖ്വ എന്ന് വിളിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഈ കെട്ട ഭാവങ്ങളെ, ദുഷിച്ച ചിന്തകളെ അതിങ്ങനെ സീറോയിലേക്ക് താഴ്ത്തിയിട്ടിട്ട് അത് ഇല്ലാതെയാക്കാനൊന്നും കഴിയില്ല. അള്ളാഹു നൽകിയ വിചാരങ്ങളിൽ മനുഷ്യന് വേണ്ടാത്തതൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യമുള്ളതാണ് അതൊക്കെയും. എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാണ് ആ വിചാരങ്ങളൊക്കെയും. ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള തോതിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുകയും മറ്റുള്ള സമയങ്ങളിൽ അത് സീറോയിലേക്ക് താഴ്ത്തിയിടുകയും ചെയ്യുക എന്നതിന് അറബിയിൽ നിങ്ങൾ തഖ്വ എന്ന് പറഞ്ഞോളൂ. ഈ സൂക്ഷ്മതാബോധമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. വിദ്യാഭ്യാസം വേണം, വിവരം വേണം എന്ന് വിചാരിക്കുന്ന ഒരാൾ
വെറുതെ അതിങ്ങനെ എനിക്ക് വഹി പോലെ ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കൂല. അതയാൽ പഠിച്ചറിഞ്ഞ് ഒരു ഗുരുമുഖത്ത് നിന്ന് കേട്ട് അതിനു വേണ്ടിയുള്ള കുറെ ശ്രമങ്ങൾ നടത്തിയാലേ ഇൽമുണ്ടാകൂ. പ്രവാചകനാണ് ഇത് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിവേകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മനുഷ്യന്. ആ വിവേകം അഭ്യസിച്ചെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. സത്യം പറയുന്ന സ്വഭാവം ഉണ്ടാവണോ നിങ്ങൾക്ക്, അത് പ്രാക്ടീസ് ചെയ്യണം. ഉദാരതയുണ്ടാവണോ, പ്രാക്ടീസ് ചെയ്യണം. ഏത് സൽഗുണങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മളത് അഭ്യസിച്ചേ തീരൂ. അങ്ങനെ അഭ്യസിക്കുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നാണ് ഞാനും നിങ്ങളും പുറത്തു കടന്നു വന്നത്. ആ സർട്ടിഫിക്കറ്റ് പാസ് ഓർ ഫെയിൽഡ് എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കൊക്കെയുണ്ട്. സത്യത്തോടൊപ്പം ജീവിക്കുവാനും സത്യം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനും ഒരാൾ ശ്രമിച്ചാൽ അത് അല്ലാഹു അയാൾക്ക് അതിനുള്ള വഴി തുറന്നു കൊടുക്കും. തിരിച്ചാണെങ്കിൽ അങ്ങനെയും. എന്നിട്ട് പടച്ച തമ്പുരാന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച 2 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒന്ന് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി വഖതായായ കുല്ലഹാ. അല്ലാഹുവേ, എന്റെ എല്ലാ കുറ്റങ്ങളും മുഴുവനായും പുറത്തു തരണമേ. അല്ലാഹുമ്മ അൻഇശ്നി, നീ എനിക്ക് ഉന്മേഷം നൽകണമേ എല്ലാ കാര്യത്തിലും. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതൊരു താല്പര്യമില്ലായ്മ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു റമദാനിൽ. ഇപ്പൊ ആ താല്പര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നീ എനിക്ക് ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. വജ്ബുർനി, എന്റെ ന്യൂനതകളൊക്കെ നീ പരിഹരിച്ചു തരണമേ. വഹ്ദിനി ലിസാലിഹിൽ അഖ്ലാഖി വൽ അഅമാൽ, നല്ല സ്വഭാവങ്ങളിലേക്കും നല്ല പ്രവർത്തനങ്ങളിലേക്കും നീ എന്നെ വഴി നടത്തണമേ. ലാ യഹ്ദി ലിസാലിഹ, അങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക് വഴി നടത്താൻ നീയല്ലാതെ എന്റെ മുമ്പിൽ മറ്റാരുമില്ല. ഷർറുകളിൽ നിന്ന് എന്നെ തടയാൻ തമ്പുരാനെ നീയല്ലാതെ മറ്റാരുമില്ല. യസ്രിഫു സയ്യിഅ ഇല്ല അൻത. ഒരു പ്രാർത്ഥന കൂടി: അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി, നീ എന്റെ രൂപത്തെ മനോഹരമാക്കിയ പോലെ, നല്ല സുന്ദരമായ ഒരു രൂപം, ആളുകൾ കണ്ടാൽ അയ്യേ എന്ന് പറയാത്തൊരു കോലം നീ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ഫഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കിയണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാം. ചെറിയൊരു പ്രാർത്ഥന, കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണം എല്ലാവരും. എന്റെ സ്വഭാവം നീ നന്നാക്കണമേ എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തയ്യാറാവുന്നു എന്തിന്? നന്നാവാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹുവെ ഏൽപ്പിക്കുന്നു. പടച്ച തമ്പുരാന്റെ തൗഫീഖ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നല്ല ജീവിതം നയിക്കുവാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തൗഫീഖ് ഇല്ലെങ്കിൽ വളരെ പ്രശ്നം. സാഹചര്യങ്ങളാണ് പലർക്കും പ്രശ്നം. കൂടെ ജീവിക്കുന്ന ആളുകൾ, കമ്പനി, സുഹൃവലയം, കുടുംബം, അതുപോലെ തന്നെ കാരണവന്മാർ, സമൂഹത്തിലെ പദവികളും അതുപോലെയുള്ള സംഗതികളും, പലതിനെയും നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോ എന്ത് ചെയ്യുന്നറിയോ? നമ്മളുടെ സാഹചര്യം ചീഞ്ഞു നാറിയതായി പോകും. സത്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തതായി പോകും. മദീനയിൽ, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുമ്പോൾ എന്തുമാത്രം വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പക്ഷെ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള നാട്ടിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 5-8 കൊല്ലം പേടിയില്ലാതെ ദഅവത്ത് നടത്തിയത് അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പയുടെ സംരക്ഷണത്തിന്റെ കുടക്കീഴിലാണ്. നിന്നെ അവരൊന്നും ചെയ്യില്ല എന്ന ധൈര്യം നൽകിയത് ആ മൂത്താപ്പയാണ്. നിങ്ങൾ തൊടില്ല എന്റെ മോനെ എന്നവരോട് കണ്ണുരുട്ടി പറഞ്ഞത് ആ മൂത്താപ്പയാണ്. ആ മൂത്താപ്പക്ക് അറിയാമായിരുന്നു ഈ ദീൻ ശരിയാണെന്ന്. അതുകൊണ്ടായില്ല. നമ്മൾക്ക് ചില സംഗതികൾ സത്യമാണെന്ന് അറിഞ്ഞത് കൊണ്ടായില്ല. ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾ പറയുന്നത് നേരാണ് എന്ന ബടായി കൊണ്ടായില്ല. അത് അംഗീകരിച്ച് അതുപോലെ ജീവിതം നടത്താനാവണം. ആ മൂത്താപ്പയുടെ മരണക്കിടക്ക് മുമ്പിൽ കാൽമുട്ടിലിരുന്ന മകൻ കെഞ്ചി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അമ്മി കലിമത്തൻ വഹാജ് ബിഹാ ബിക ഇൻദല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ മൂത്താപ്പ. ഈ മോന് അള്ളാഹുവിന്റെ പക്കൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണത്, സ്വർഗം നൽകണമെന്ന്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന
ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക യഖീനാ എന്നാ മറുപടി ഉണ്ടായത്. അറിയാം മോനെ, നിന്റെ മതമാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ നീ ഈ കട്ടിലിന്റെ ചുറ്റുഭാഗത്തേക്ക് നോക്കൂ. ഖുറൈശി തറവാട്ടിലെ പ്രമുഖരായ പ്രമാണിമാരായ ആളുകൾ അവരെന്താ വിചാരിക്കുക? അവരുടെ മലാമത്തും മസബ്ബത്തും, അവരുടെ അധിക്ഷേപവും ആക്ഷേപവും അതുപോലെ തന്നെ ചീത്ത പറയലും ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും എൻ്റെ മോന് നിന്റെ മതത്തിൽ മുമ്പിൽ നിൽക്കുന്നവനായി എനിക്ക് കാണാമായിരുന്നു. ഈ സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെയൊക്കെ കേടുവരുത്തുന്നത്. ബാപ്പ എന്തു പറയും? അമ്മമാരെന്തു പറയും? കുടുംബത്തിലെ കാരണവന്മാർ എന്ത് വിചാരിക്കും? അതാണ് പ്രശ്നം. എന്നിട്ട് മരിച്ചുപോയി മുസ്ലിമാവാതെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹു യഹ്ദീ മൻ യശാ എന്ന് ഗുണദോഷിച്ചു അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ച തമ്പുരാൻ. ആ സങ്കടം കാണിച്ചപ്പോ വല്ലാത്ത വേദനയായി നബിക്ക്, വല്ലാത്ത വേദനയായി. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നിലപാടുണ്ടാവണം. ആ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നതൊക്കെയും കളികളുടെയും വിനോദങ്ങളുടെയും നടുവിലാണ്. കളികളുടെയും വിനോദങ്ങളുടെയും അതുമായി മനസ്സിന് നൽകുന്ന വല്ലാത്തൊരു സുഖങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് പുറകിലേക്ക് മാറണം. ഈ സാഹചര്യമാണ് നമ്മൾ കേടുവരുത്തുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, വഖാലു ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. ആ സാഹചര്യത്തിലെ ആ കൂട്ടുകെട്ടിനോട് നിങ്ങൾ പറഞ്ഞേക്കുക, എനിക്ക് എന്റെ ജോലിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും, എനിക്ക് എന്റേതായ കുറെ പണിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണിയിട്ട് പോയിക്കോളൂ എന്നുറക്കെ പറയണം. സലാമുൻ അലൈക്കും, സലാം പറഞ്ഞ് പിരിയണം. അമ്പരവെട്ടികളോട് കൂട്ടുകൂടാൻ ഞാനില്ലെന്ന് പ്രഖ്യാപിക്കണം. വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായത്തിലെ 55-ാമത്തെ വാക്യം. ഇത്തരം സാഹചര്യങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 68-ൽ നമ്മളോട് പഠിപ്പിക്കുന്നു. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, അല്ലാഹുവിന്റെ ആയത്തുകളിൽ വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫആരിൽ അൻഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരിഹി. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും ആയത്തുകളെയും എതിരിൽ സംസാരിക്കുകയും അതിനെ വിമർശിക്കുകയും അതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടീമിന്റെ അകത്ത് നിങ്ങൾ നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞു പോരണം, ബഹിഷ്കരിക്കണം അവരെ. അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും ഒക്കെ വിഷയങ്ങളിലേക്ക് അവരെ വഴിമാറ്റി വിടാൻ കഴിയണം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ കിതാബ്. എന്നിട്ട് ഒരു നിർദ്ദേശവും കൂടി, ഒരുപക്ഷെ പിശാച് കുറച്ചു നേരത്തേക്ക് നിങ്ങളെ ഇതിന്റെ ഗൗരവം മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഓർമ്മ വരുന്നത്, ആക്രമകാരികളുടെ കൂട്ടത്തിൽ ഓർമ്മ വന്ന നിമിഷം തൊട്ട് നിങ്ങൾ ഇരുന്നുകൂടാ, എഴുന്നേറ്റോടണം അവിടെ നിന്ന്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അത്തർ വിൽപ്പനക്കാരന്റെ കഥ പറഞ്ഞു റസൂലുള്ളാഹ്. ഈ ഉലയിലോടുന്ന കൊല്ലന്റെ ആലയിലിരിക്കുന്നവന്റെ കഥയും പറഞ്ഞു തന്നു. രണ്ടും നിങ്ങൾക്കറിയാവുന്ന കഥ. എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്? സുഗന്ധം വിൽക്കുന്ന ആളുടെ കൂടെയാണോ, അതല്ല ഈ കൊല്ലന്റെ ആലയിൽ പോയിട്ടാണോ ഇരിക്കേണ്ടത് എന്ന് പരിശോധിക്കുക. അത്ര പറഞ്ഞാൽ മതിയല്ലോ അത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ഇന്ന് നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളൊക്കെയും ഓരോ കുട്ടിയും ചെയ്യുന്നത്, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവന്റെ ചങ്കിന് വേണ്ടി അത്രേ, അവളുടെ ചങ്കിന് വേണ്ടിയാണത്രേ. ഈ ചങ്ക് എന്ന പദമാണ് ഇപ്പോഴത്തെ ഒരു പദം. സ്വന്തമല്ല, അതിന്റെ മുമ്പിൽ ഈ സുഹൃ വലയത്തിന്റെ അകത്ത് ആളാവാൻ വേണ്ടി കാട്ടിക്കുന്ന ഹീറോയിസമാണ് പലപ്പോഴും തോന്യാസങ്ങളിൽ എത്തിക്കുന്നത്. അതൊരു ശരിയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സുഹൃ വലയം ഒക്കെയും നിങ്ങളുടെ ശത്രുക്കളായി മാറും. മുത്തഖികളായ ആളുകളുടെ സുഹൃ വലയമല്ലാതെ ബാക്കിയൊക്കെ പൊളിഞ്ഞു പോകും. ഒരു കഥ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നമ്മളോട് ജീവിതത്തിന് ഒരു ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 99 ആളുകളെ കൊന്നു പൂർവീക സമുദായത്തിലെ ഒരാൾ. ഞാനിപ്പോ ഈ ഒരു സെന്റൻസ് പറഞ്ഞപ്പോ ആ കഥയുടെ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. അയാളൊരു ഭക്തന്റെ അടുത്താ ചെന്നത്. ആദ്യം
ആ ഭക്തൻ പറഞ്ഞു, നിങ്ങൾക്കിനി തൗബയൊന്നുമില്ല. ഭക്തന്മാർ പലപ്പോഴും പല സംഗതികളും പഠിച്ചറിയാതെ ചെയ്യുന്നവരാണ്. അയാ ഭക്തനെയും കൊന്ന് 100 തേച്ചിട്ട് നല്ലൊരു ആലിമിന്റെ അടുക്കൽ ചെന്നു. അയാൾക്ക് ഇൽമുണ്ട്. ഇൽമുള്ള ആളുകളിൽ നിന്ന് ശരിക്കുള്ള വർത്താനം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇൽമിന്റെ പിൻബലത്തിലുള്ള സംസാരത്തിന്റെ പിന്നാലെ നിൽക്കാവും, ഓളത്തിന്റെ പിന്നാലെയല്ല. അദ്ദേഹം പറഞ്ഞു, എന്താ തൗബയില്ലാത്തത്? തൗബയുണ്ട്. അങ്ങനെ അയാൾ ആ തൗബ എന്ന് പറയുന്നത് അവിടെ ഒരു പദമുണ്ട് നമ്മൾ പഠിക്കേണ്ട. ഇന്നാലിന്നൊരു പ്രദേശത്തേക്ക് നീ ഇവിടെ നിന്ന് മാറി താമസിക്കണം, അങ്ങോട്ട് പോകണം. എന്തിനും അങ്ങോട്ട് പോകണം? അവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്കിടയിൽ ജീവിച്ച് നീ അള്ളാഹുവിനെ ആരാധിക്കണം. വളരെ ദുഷിച്ചതിന്റെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. ഇത് 2 കൂട്ടങ്ങളായിട്ട് എടുക്കുക. ദുഷിച്ച കൂട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ സുന്ദരമായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടങ്ങളിലേക്ക് മാറുക, കൂട്ടുകെട്ട് മാറ്റുക, താമസം മാറ്റുക. ഒരിക്കലും തിരിച്ചു വരരുത്. ബാക്കിയുള്ള കഥ നിങ്ങൾക്കറിയാം അതിന്റെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതിൽ നിന്നൊരു പറിച്ചു നടൽ അനിവാര്യമാണ്. പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെന്തിനാവർത്തിച്ച് ഓരോ ഖുതുബയിലും നിങ്ങൾ പറയുന്നു എന്നൊരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ആവശ്യമുണ്ട്. അത്രമേൽ ആവശ്യമുള്ള ഒരു വിഷയമായി മാറിപ്പോയത് കൊണ്ടാണ്. നിങ്ങൾ ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് അടിയന്തരമായി സലാം പറഞ്ഞിറങ്ങണം. എന്നിട്ട് പുതിയ കൂട്ടുകെട്ടുകൾ, അതിനനുസരിച്ച് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ആകാശ ലോകത്ത് നിന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്ന ചില സംഗതികൾ, ടിപ്സ് മനസ്സിൽ അങ്ങനെ തന്നെ കുത്തിവെക്കണം. അള്ളാഹുവിന്റെ മലായികത്ത് ഇങ്ങനെ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന, ഇന്നലില്ലാഹി മലായികത്തുൻ സയ്യാഹീന ഫിൽ അർള്, ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ, അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ഏതോ ഡ്യൂട്ടി ചെയ്യുകയാണോ. അങ്ങനെ ആകാശ ലോകത്ത് തിരിച്ചു ചെല്ലുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭൂമിയിൽ കണ്ട ചില സംഗതികൾ പറയുന്നതിനിടയിൽ, അയ്യുഷൈഇൻ തറക്തും ഇബാദി യസ്നഊൻ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിമകളെ കണ്ടത്? അപ്പം ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നു അവർ. അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നിങ്ങൾ. തറക്കിനാഹും യഹ്മദൂനക വയമജ്ജിദൂനക വയദ്കുറൂനക. കുറച്ച് ആളുകളെ കണ്ടു തമ്പുരാനെ ഞങ്ങൾ. അവർ ഒരു സദസ്സിലിരിക്കുകയാണ്. അവിടെ നിന്നെ പ്രകീർത്തിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ഒക്കെ സംസാരിക്കുന്നു. അവർ തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഒക്കെ ചെല്ലുന്നു അർത്ഥം. അവർ നിന്നെ കുറിച്ചുള്ള സ്മരണയിലാണ്. ഹൽ റഅൗനി, അതിനവർ എന്നെ കണ്ടിട്ടുണ്ടോ? അള്ളാഹു മലക്കുകളോട് ഇല്ല. അള്ളാഹു ചോദിക്കുക, എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ഇങ്ങനെ ഇപ്പോ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അവർ എന്നെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ. വളരെ കഠിനമായി, അതിനേക്കാൾ കഠിനമായി അത് ചെയ്യുമായിരുന്നു എന്ന് മലക്കുകൾ. എന്നിട്ട് അവർ അടുത്ത ചോദ്യം, അവരെന്താണ് ആവശ്യപ്പെടുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അവർ സ്വർഗമാണ് ആവശ്യപ്പെടുന്നത്. ആ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ സ്വർഗം അവരെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, മലക്കുകൾ പറയുകയാണ്, പിന്നെ ലകാനു അശദ്ദലഹാ തലബ, അവർ പിന്നെ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ആവശ്യം അതിശക്തമായി ഉന്നയിച്ചേനെ. സ്വർഗത്തിലെത്തിയിട്ടേ അടങ്ങൂ എന്ന അവസ്ഥയിൽ. എന്തിൽ നിന്നാണ് അവർ ശരണം തേടുന്നത്? നരകത്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത്. നരകത്തെ അവർ കണ്ടിട്ടില്ലല്ലോ. നരകത്തെ എങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കഠിനമായ പരിശ്രമവും ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമായി പോകും അവരുടെ ജീവിതം. എന്നിട്ടൊരു പദമുണ്ട്, അള്ളാഹുവിന്റെ മലായികത്തിനോട് പടച്ചവൻ പറയുന്ന ഒരു വാക്ക്, ഓരോരുത്തരും ശരിക്കും ഇത് കേട്ടുപിടിച്ചോളും. അവർക്ക് അള്ളാഹു ഉറപ്പ് കൊടുക്കുന്ന എന്താണെന്നറിയോ? ഇരിക്കുന്ന ഓരോരുത്തരുടെയും പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ മലക്കുകൾക്കൊരു സംശയം, ഇന്ന ഫീഹിം ഫുലാനൻ അൽ ഖത്താ, പടച്ചു തമ്പുരാനെ അവരുടെ കൂട്ടത്തിൽ ഖത്താ എന്ന വാക്കിനർത്ഥം അതികഠിനമായി തെറ്റ് ചെയ്തവൻ എന്നാണ്. തെറ്റ് ചെയ്തവൻ എന്നല്ല, ഫഅൽ വസനാണ്. തെറ്റുകളിൽ മുഴുകി ജീവിച്ച ഒരാളുണ്ടല്ലോ ആ സദസ്സിൽ. ലം യുരിദു, അയാൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല.
ഏതൊന്നും ആഗ്രഹിക്കുന്നില്ല. അയാൾ നിന്റെ സ്വർഗം ചോദിക്കുന്നില്ല, നരകത്തിൽ നിന്ന് കാവലിന് തേടുന്നില്ല, ദിക്റ് ചൊല്ലുന്നില്ല, പിന്നെ നിന്നെ പ്രകീർത്തിക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല. അയാൾ വെറുതെ അവിടെ ഇരിക്കുക. വേറെന്തോ ആവശ്യത്തിന് വന്ന പോലെ. മലക്കുകളുടേതാണ് ഈ വാക്കുകൾ. വേറെന്തോ ആവശ്യത്തിന് വന്ന പോലെ. ഇന്നമാ ജാഅഹും ലിഹാജത്തിൻ, മറ്റെന്തോ ആവശ്യമുണ്ട് അയാൾക്ക്. പടച്ചതമ്പുരാന്റെ വാചകം, അള്ളാഹുവിന്റെ വാചകം കേട്ടോളൂ. ഹുമുൽ ഖൗം ലാ യശ്ഖാ ലഹും ജലീസ്. അങ്ങനെയുള്ള ഒരു സദസ്സുണ്ടല്ലോ, ആ സദസ്സിൽ കൂടിയിരിക്കുന്നവൻ ഒരാൾ പോലും ദൗർഭാഗ്യവാനാവുകയില്ല. ആ ഖൗം, അങ്ങനെയുള്ള സദസ്സിലിരിക്കുന്ന ആൾ എത്രമേൽ പിഴച്ചവനാണെങ്കിലും അയാൾ ഈ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അത്തരത്തിലുള്ള സദസ്സിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഈ പാപം പൊറുക്കൽ ബാധകമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് അള്ളാഹു, ഇതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന കൂട്ടുകെട്ടുകളും കൂട്ടായ്മകളും. തയ്യാറുണ്ടോ ഞാനും നിങ്ങളും എന്നതാണ് ചോദ്യം, ഗൗരവമുള്ള ചോദ്യം. നമുക്ക് ഇങ്ങനെ ആർമാദിച്ച് കളിച്ചിങ്ങനെ നടക്കണം. രാത്രിയായാൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് അങ്ങാടികളിൽ നിന്ന് രാത്രികാലങ്ങളിൽ എപ്പോഴാണ് നമ്മുടെ ഇളം തലമുറ വീട്ടിലെത്തുന്നത്? ഇളം തലമുറയും വലിയ തലമുറയും ഒക്കെ. നിങ്ങളൊരൊറ്റ ഹദീസ് കേൾക്കുക. ലാ തകൂനന്ന, നിങ്ങൾ ഒരിക്കലും ആയിപ്പോവരുത്, ഇനി ഇസ്തതാഅത, സാധിക്കുമെങ്കിൽ, അവ്വല മൻ യദ്ഖുലു സൂഖ്, അങ്ങാടിയിൽ ആദ്യമെത്തുന്നയാളും, വലാ ആഖിറ മൻ യഖ്റുജു മിൻഹാ, അങ്ങാടിയിൽ നിന്ന് അവസാനം പുറത്തു വരുന്ന ആളും ഒരിക്കലും നിങ്ങളായി പോകരുത്. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫഇന്നഹാ മഅറകത്തു ശൈത്താൻ, അത് പിശാചിന്റെ പടനിലമാണ്. വബിഹാ യൻസിബു റായതുഹു, ഈ അങ്ങാടിയുടെ ഒത്ത നടുവിലാണ് പിശാച് അയാളുടെ കൊടി കയറ്റിയിട്ടുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക പ്രിയപ്പെട്ടവരെ, നല്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുമത്. സലാസുൻ മൻ കുന്ന ഫീഹി, 3 ഗുണങ്ങൾ ഒരാളിലുണ്ടോ അയാൾ വജദ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആളാണ്. അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുക മറ്റുള്ള എല്ലാറ്റിനേക്കാളും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുക, ആ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ ആവുക. അള്ളാഹു ഹിദായത്ത് നൽകി നല്ല ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ആ തെറ്റായ പാതയിലേക്ക് തിരിച്ചു പോവാൻ ആഗ്രഹിക്കാതിരിക്കുക, തിരിച്ചു പോവാതിരിക്കുക. ആ നരകത്തിൽ പോകുന്നത് പോലെ അത് വെറുക്കണം. നരകത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് പാതി വെച്ച് എത്ര പേരാണ് നരകത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നത്? ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ അവർക്ക് ആവുകയുമില്ല. ഇത് പരലോകത്ത് വെച്ച് നമ്മൾ വിലപിക്കുന്ന വിലാപം അള്ളാഹു നമ്മ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാക്കിയിരുന്നെങ്കിൽ, പ്രവാചകന്റെ ചര്യയിലൂടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ, ഞാൻ എന്റെ ചങ്കിനെ ഈ പൊട്ടനെ ആക്കാതിരുന്നെങ്കിൽ എന്ന്. അള്ളാഹുവെ സ്മരിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന്, ജീവിത സരണിയിൽ നിന്ന് ഇവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ നേരായ പാതയിലൂടെ പോവുകയായിരുന്നു. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്നെ കുട്ടിക്കാലത്ത് വളർത്തിയത് അങ്ങനെയാണ്. അവരെന്നെ മദ്രസയിൽ ചേർത്ത് പഠിപ്പിച്ച് മതത്തിന്റെ ബാലപാഠങ്ങളും കുറച്ചധികവും പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് പോവാൻ ആവശ്യമായ വഴികളൊക്കെയും അങ്ങനെ അവർ എനിക്ക് സ്വായത്തമാക്കി തന്നിരുന്നു. ഞാൻ അങ്ങനെ ജീവിച്ച് ഒരു UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ഒക്കെ എത്തി. പിന്നെ അതാ എന്റെ കൂട്ടുകെട്ട് മറ്റൊരു വഴിയിലേക്ക് പോയി. അതാണ് ഈ വാക്കിനർത്ഥം. വകാന ശൈത്വാനുൽ ഇൻസാനി ഖദൂല, വഞ്ചകനാണ് പിശാച്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി പാലിക്കാതെ റമദാൻ കഴിഞ്ഞു പോയപ്പോ ഞാൻ പഴയമാതിരിയായി എന്നെ വിലപിച്ചത് കൊണ്ട് കാര്യമില്ല. സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും നന്നാക്കുക. അള്ളാഹു സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد أيها الإخوة والأخوات أوصيكم وإياي ثانيا بالتقوى. സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ഏത് സാഹചര്യത്തെയും മറികടന്ന് സ്വർഗത്തിലേക്കുള്ള പാതയിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഉണർത്തുന്നു. നമ്മൾക്കൊരു സ്റ്റാൻഡേർഡുണ്ട് വിശ്വാസികൾക്ക്, നമ്മൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് വിശ്വാസികൾക്ക്. അത് രണ്ടും ആർക്ക് മുമ്പിലും അടിയറവെക്കരുത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പിടിച്ചു നിൽക്കാനുള്ള വല്ലാത്തൊരു ഊർജം നമുക്കുണ്ടാവണം. അത് ശക്തിയായി സംഭരിച്ചു വെക്കണം. അള്ളാഹുവുമായിട്ട് കൂടുതൽ എടുക്കുകയും അള്ളാഹുവിൻ്റെ തൗഹീദ് നന്നായി പഠിക്കുകയും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നന്നായി പഠിച്ചറിയുകയും ഒക്കെ ചെയ്യണം. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറൂഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഇത് നമ്മളുടെ ഒരു ഉപമയാണ്. ഖാലിസായ തൗഹീദിൽ നന്നായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അടിവേര് ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയ ഒരു വലിയ വൃക്ഷം കിടക്കുകയാണ്. ആ വൃക്ഷത്തിന് വിശാലമായി പരന്നു കിടക്കുന്ന ശാഖകളും ശാഖോപശാഖകളുമുണ്ട്. ആ ശാഖകളും ശാഖോപശാഖകളും മധുരമുള്ള ഫലങ്ങൾ, സേവനത്തിന്റെ സൽഫലങ്ങൾ സമൂഹത്തിന് കല്ലെറിയുന്നവനും എറിയാത്തവനും കൂക്കി വിളിക്കുന്നവനും കൂക്കി വിളിക്കാത്തവനുമൊക്കെ രാപ്പകൽ ഭേദമന്യേ നൽകുന്നുണ്ട്. ഇതാണ് ഒരു സത്യവിശ്വാസി. അയാളുടെ സാഹചര്യങ്ങൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും അയാൾക്ക് അനുകൂലമായതല്ല, എന്നാലും അയാൾ പാറ പോലെ ഉറച്ചു നിൽക്കും. കല്ലെറിയുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, കളിയാക്കി അരുക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട്, മൂലക്കിരുത്താനുള്ള വഴികൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒരു വൻ മരം പോലെ ഇങ്ങനെ എഴുതു നിൽക്കും. അയാൾ ഒരിക്കലും എന്താവൂല, അയാൾ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ജീവിതം നയിക്കും. ഒരിക്കലും അവനവശത്തേക്ക് ഈ അവനവനശത്തിൽ ഉൾവലിയുന്നവർ കേടുവരാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഒരു സംഗതി അല്ലെങ്കിലോ, വിശ്വാസത്തിന്റെ പിൻബലമോ ഇല്ലെങ്കിലോ, അതൊരു പാറപ്പുറത്ത് മുളച്ചു വന്ന ഒരു മഴക്കാലത്തൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ അതൊരു കാറ്റടിച്ചാൽ അങ്ങോട്ട് പോകും. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ അയാൾ അങ്ങനെ ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും. അതാണ് അടുത്ത ആയത്ത്. ഒരിക്കലും നിങ്ങൾ കൂടെ കൂടികളാകരുത് എന്ന് പ്രവാചകൻ നിർദ്ദേശിക്കുന്നത്. നാട്ടിലെല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഒരു തെറ്റിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് അയാൾ ചെയ്യുന്നുണ്ടല്ലോ, അത് അപ്പുറത്തില്ലയോ, അത് മൂപ്പര കല്യാണം നടത്തിയപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലോ. അതല്ല, അല്ലാത്തക്കൂരോ ഇമ്മാതൻ. നിങ്ങൾ ആളുകൾക്ക് ഒപ്പിച്ചല്ലല്ലോ നിങ്ങളുടെ നയം, നിലപാട്. അള്ളാഹുവിന്റെ ദീനിനനുസരിച്ചാവണ്ടേ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃത്യമായി ഒന്നുകൂടി കേൾക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ തആല യുഹിബ്ബു മആലിയൽ ഉമൂർ. ഏറ്റവും നല്ല ഉയർന്ന തലത്തിലുള്ള നിലവാരമുള്ള സംഗതികളെ മാത്രമേ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ആർക്കിടയിലും ഒരു ഔന്നത്യമുള്ള ആളുകൾ തിരക്കിടില്ല എന്നൊക്കെ പറയുന്ന നല്ല സംഗതികൾ അത് നമ്മൾ ചെയ്യുന്നതിന് നമ്മുടെ പത്രാസ് കൂട്ടിയുള്ള കാര്യമില്ല. ഉന്നതമായ മൂല്യങ്ങൾ, അഷ്റാഫഹ, ഏറ്റവും പവിത്രമായ സംഗതികളാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. വയക്റഹു സഫ്സാഫഹ, സഫ്സാഫ് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹ്. ഈ സഫ്സാഫ് എന്ന് പറയുന്ന സാധനം, റജുലുൻ സഫ്സാഫ് എന്ന് പറഞ്ഞാൽ ആരാറിയും? ഞാൻ സഫ്സാഫ് ആണെങ്കിൽ വളരെ മോശക്കാരൻ, വളരെ മ്ലേച്ഛമായി ഉള്ള ഒരു സ്ഥിരതയില്ലാത്തത്, ഒരു നിലപാടുമില്ല. ഒരു നിലപാടില്ലാത്തവന്റെ പേരാണ് ഈ സഫ്സാഫ്. ഇവിടെ ചെല്ലുമ്പോൾ അതേമാതിരി, അവിടെ ചെല്ലുമ്പോൾ അതേമാതിരി, അപ്പുറത്ത് ചെല്ലുമ്പോൾ അതേമാതിരി, ഇപ്പുറത്ത് ചെല്ലുമ്പോൾ അതേമാതിരി. ഇവരാണ് വഴിതെറ്റി പോകുന്നവർ. ഒരു ഉറച്ച നിലപാട് അനിവാര്യമാണ്. ആ ഉറച്ച നിലപാടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉറച്ച തീരുമാനമായി മാറേണ്ടത്. ആ ഉറച്ച തീരുമാനമാണ് നമ്മളെ സൽക്കർമ്മങ്ങളിൽ അടിയുറച്ചു നിർത്തുക. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ അടിയുറച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മളുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷൻ എടുക്കുന്നു. അതിലെല്ലാവരും നന്നായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ഈമാനികമായ ആവേശവും ചൈതന്യവും ചോർന്നു പോകാതിരിക്കാൻ
അള്ളാഹു പ്രത്യേകം നമ്മെ സഹായിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഇസ്ലാമിന് അനുകൂലമായി മാറ്റിയെടുക്കുവാനും കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളുമൊക്കെ അതിനനുസരിച്ച് പുനഃക്രമീകരിക്കുവാനുമുള്ള ഹൃദയവിശാലതയും തോന്നിച്ചയും തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മളെടുത്ത നോമ്പുകളും മറ്റെല്ലാ ആരാധനാക്രമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ, നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്ത്, ആശ്വാസം പകർന്നു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒന്നിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്